അപ്പൊ അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫീസ്, അപെക്സ്, ആസ്പെക്ട്, സിവിക്. ഇതിന്റെ പേരുകൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആൻസർ ഒരു തീമിന്റെ പേരായിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു ഓറിയന്റേഷന്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോൺ ഡിഫക്റ്റിന്റെ പേരായിരിക്കാം. പക്ഷേ ബാക്കിയുള്ളത് അതല്ല എന്നുള്ളതൊന്നും അറിയണ്ടേ? അപ്പൊ ഇതിന്റെ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളത് നിങ്ങളിപ്പോ ഇതിലിപ്പോ ഒരു 10-12 അല്ലെങ്കിൽ 16 ഉണ്ട്, 20 ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇതിന്റെ പേര് മുഴുവൻ ബൈഹാർട്ട് പഠിക്കേണ്ട വരില്ല, ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഡിഫോൾട്ട് എക്സൽ തീം ഓഫീസ് ആണ് കേട്ടോ. ഡിഫോൾട്ട് എക്സൽ ഷീറ്റിന്റെ തീം എന്ന് പറയുന്നത് ഓഫീസ് ആണ്. പേജ് ലേഔട്ട് ആണ് പറയുന്നത്, പേജിന്റെ തീമാണ് അല്ലെ, നമ്മളൊരു പേജിന് അപ്ലൈ ചെയ്യുന്ന തീമാണ് പറയുന്നത്. പിന്നെ അവിടെ ഫോണ്ട് ഉണ്ട്, ഇഫക്ട്സ് ഉണ്ട്, കളർ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ കാര്യമായിട്ട് ചോദിക്കുന്നില്ല. അടുത്ത ഗ്രൂപ്പാണ് പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. നമുക്കറിയാം പേജ് സെറ്റപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ്. ഇതുപോലെ പേജ്, മാർജിൻ, ഹെഡർ, ഫൂട്ടർ, ഷീറ്റ്, ഇത്രയും കാര്യങ്ങൾ വരും. അപ്പൊ ഹെഡർ ആൻഡ് ഫൂട്ടർ വരുന്നത് ഇവിടെ പേജ് ലേഔട്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പില് അതിന്റെ മെനു ഇതാണ്. ഇവിടെ ഈ ഒരു സാധനം കണ്ടോ, ഞാൻ അവിടെ മൗസ് വെക്കുന്നിടത്ത് ഒരു ഏരോ മാർക്ക് കാണുന്നില്ലേ? ആ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1, 2, 3, 4 അല്ലെ, 4 ടാബുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരിക ചെയ്യുന്നത്. 4 ടാബുള്ള ഡയലോഗ് ബോക്സ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. എന്തൊക്കെയാ 4 ടാബ്? പേജ്, മാർജിൻ, ഹെഡർ ആൻഡ് ഫൂട്ടർ, ഷീറ്റ്. ഇതുണ്ടോ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ഹെഡറും ഫൂട്ടറും നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഷീറ്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യാം, പ്രിന്റ് ടൈറ്റിൽ സെറ്റ് ചെയ്യാം, മാർജിൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, പേജ് സെറ്റ് ചെയ്യാം. പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താ എഴുതിയിരിക്കേണ്ടത്? ആദ്യം നിങ്ങൾ പേജ് സെറ്റപ്പ് തന്നെ ഗ്രൂപ്പിന്റെ പേര് എഴുതാ. എന്നിട്ട് ഇവിടെ മാർജിൻ, ഓറിയന്റേഷൻ, സൈസ്, പ്രിന്റ് ഏരിയ, ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ബ്രേക്ക് ഉണ്ട് കേട്ടോ, പേജ് ബ്രേക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, പേജ് ബ്രേക്സ് ആണ്. ബാക്ക്ഗ്രൗണ്ട്, പ്രിന്റ് ടൈറ്റിൽ, ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. വേഗം ഒന്ന് എഴുതി വെക്കൂ. ഇനി ഇതില് നമ്മള് ഈ ഒരു പേജ് സെറ്റപ്പ് തന്നെ ഗ്രൂപ്പിൽ കാണുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറയാം. മാർജിൻ 3 മാർജിൻ ഉണ്ട്, നോർമൽ, വൈഡ്, നാരോ. 3ന്റെ പേരും എഴുതി വെക്കണം. നോർമൽ, വൈഡ്, നാരോ. 3ന്റെ പേര് എഴുതി വെക്കാം. നോർമൽ, വൈഡ്, നാരോ. 3 മാർജിൻ ഉണ്ട് നമുക്ക്. 3 മാർജിൻ, നോർമൽ, വൈഡ്, നാരോ. എന്തിനാണ് ഇതിന്റെ പേര് എഴുതി വെക്കുന്നത്? ഇതിന്റെ ഫോട്ടോ ഞാൻ എടുത്ത് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അതായത് ടോപ്പ് ഇത്ര, അതൊന്നും നമ്മളോട് ചോദിക്കാറില്ല. ടോപ്പ് എത്ര ഡിഗ്രി അങ്ങനെയൊന്നും ചോദിക്കില്ല, അല്ലെങ്കിൽ എത്ര ഇഞ്ച് അങ്ങനെയൊന്നും ചോദിക്കില്ല. പേരൊന്ന് വെച്ചാൽ മതി, നോർമൽ, വൈഡ്, നാരോ. ഓക്കെ, നോർമൽ, വൈഡ്, നാരോ. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓറിയന്റേഷൻ, 2 ഓറിയന്റേഷൻ ആണ് നമുക്കുള്ളത്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. എന്താണെന്ന് അറിയാലോ അല്ലെ? എന്താ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ എന്താ പോർട്രേറ്റ് എന്നൊക്കെ അറിയാം. 2 ഓറിയന്റേഷൻ ആണുള്ളത്. നമ്മളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ 2 ടൈപ്സ് ആണ്. ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പിന്നെ വേർഡിൽ പഠിച്ച പോലെ തന്നെ സൈസ്, പേജ് സൈസ് ആണ്. ലെറ്റർ, ലീഗൽ, സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ നോട്ടില്. അത് തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ പിന്നെ ഒരു കാര്യം, പ്രിന്റ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇത് എക്സൽ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പേജ് അറ്റത്തേക്ക് ഇങ്ങനെ പോവാണ്, അല്ലെങ്കിൽ നമുക്ക് കുറേ ഷീറ്റുകൾ ആഡ് ചെയ്ത്, ഷീറ്റല്ല കുറേ ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് വരും. അപ്പൊ ഈ ഏരിയ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗം പ്രിന്റിൽ വരണമെന്നില്ല. അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അത് പ്രിന്റിൽ വരണമെന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഭാഗം പ്രിന്റിൽ വരണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അത്രയും ഏരിയ സെലക്ട് ചെയ്തിട്ട് സെറ്റ് പ്രിന്റ് ഏരിയ കൊടുക്കും. എന്താ കൊടുക്കുന്നത്? സെറ്റ് പ്രിന്റ് ഏരിയ. അപ്പൊ ഇവിടെ പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു മാർജിൻ പോലെ വന്നതുകൊണ്ട് ഞാൻ ആ പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ വന്നത്. ഞാനിപ്പോൾ ഓറിയന്റേഷൻ ലാൻഡ്സ്കേപ്പ് കൊടുക്കാം. അപ്പൊ ആ പ്രിന്റ് ഏരിയ മാറും. കണ്ടോ, ഇവിടെയായിരുന്നു, അത് ഇവിടേക്ക് മാറും. കാരണം ഇവിടെ വരെ പ്രിന്റിൽ വരുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് വേറെ ഇതിൽ തന്നെ മാറ്റിയിടാം. വ്യൂ എടുക്കുക. വ്യൂ എടുത്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, പേജ് ബ്രേക്ക്, പ്രിവ്യൂ. എന്നിട്ട് ഈ ഒരു ബ്ലൂ കളർ സാധനത്തിനെ നമ്മൾ ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും ഭാഗം പ്രിന്റിൽ വരും. ഇങ്ങനെയാണ്, ഇതാണ് പേജ് 1 ആയത്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഭാഗം
നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ എഴുതിയിട്ടുണ്ടാവും എന്താണ് പ്രിന്റ് ഏരിയ. മേക്ക് എ സ്പെസിഫിക് ഏരിയ ഓഫ് ദ ഷീറ്റ് ഫോർ പ്രിന്റിംഗ്. നമ്മൾ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക. അതിനാണ് എന്ത് പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ക്ലിയർ പ്രിന്റ് ഏരിയ, നമ്മൾ പ്രിന്റ് ഏരിയ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാനാണ്. അപ്പൊ 2 ഓപ്ഷനാണ് പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞ ഒരു മെനുവിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ കാണിക്കുന്നത്. ഈ പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യുന്നത് പേജ് ലേഔട്ട് എന്ന് പറഞ്ഞ ടാബിലാണ്. പേജ് ലേഔട്ട് എന്ന് പറഞ്ഞ ടാബില് പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ എഴുതി പോകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, അപ്പൊ ഞാനത് നിർത്തും കേട്ടോ. പിന്നെ പേജ് ബ്രേക്ക്, നമുക്ക് പേജ് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബ്രേക്ക് കണ്ടോ, അതാണ് നമ്മുടെ പേജ് ബ്രേക്ക്. എന്താ ഇവിടെ ബ്ലാക്ക് കളർ കാണുന്നില്ലേ, ആ ഒരു ബ്രേക്ക് പേജ് ബ്രേക്ക്. റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് ബ്രേക്ക് അവിടെ നിന്ന് മാറും. നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അതിൽ പേജ് ബ്രേക്ക് വന്നത് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ഷീറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ഏതെങ്കിലും പിക്ചർ കൊടുക്കണമെങ്കിൽ കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ എടുത്ത് വരുമ്പോൾ സമയം പോകും. അതൊന്നും കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് മാറിയത് കണ്ടോ, ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടിട്ടുള്ളത്. ആ ബാക്ക്ഗ്രൗണ്ട് മാറി വന്നു. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് മാറ്റാം. ഡിലീറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ആ ബാക്ക്ഗ്രൗണ്ട് പോകും, അത്രേ ഉള്ളൂ. ഇത് കാണിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയരുത്. കാരണം എക്സാമിന് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ, ഇതെല്ലാം അതിലുണ്ട്. നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് കൊണ്ട് നമ്മളത് വിട്ടുപോകുന്നതാ. എല്ലാം അതിലുണ്ട്. അപ്പൊ ഇത്രയും എടുത്തത് വരെ മനസ്സിലായോ? മാർജിൻ, ഓറിയന്റേഷൻ, സൈസ്, പ്രിന്റ് ഏരിയ, ബ്രേക്ക്, ബാക്ക്ഗ്രൗണ്ട്, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ തീമൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അടുത്തത് ആ ഒരു പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഡയലോഗ് ബോക്സിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ടാബും കൂടി ഉണ്ട്, പ്രിന്റ് ടൈറ്റിൽ. എന്തിനാ പ്രിന്റ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാ പ്രിന്റ് ടൈറ്റിൽ? നോക്ക്, ഇങ്ങനെ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് വരിക. നമുക്കറിയാം, ഇപ്പൊ ഒരു സ്കൂളിലെ കുറച്ച് ഡാറ്റ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ കുറച്ച് ഡാറ്റ നമ്മൾ എടുത്തു. അതില് കുറെ ആൾക്കാരുടെ പേരുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് അവരുടെ അഡ്രസ് ഉണ്ട്, അവരുടെ ഏജ് ഉണ്ട്, അവരുടെ കാസ്റ്റ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും, ഇപ്പൊ പെൻഷൻ വാങ്ങിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്കൊരു 10 കോളുണ്ട്. ഈ ഒരു 10 കോളത്തിലുള്ള ഒരു 600 പേരുടെ ഒരു ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ള എന്തില്, എക്സലിൽ കിടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, നമ്മുടെ ഫസ്റ്റ് റോ നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ അടിച്ചു, നെയിം അടിച്ചു, അഡ്രസ് അടിച്ചു, ഏജ് അടിച്ചു, കാസ്റ്റ് അടിച്ചു. ഇങ്ങനെ നമുക്ക് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അടിച്ചടിച്ച് പോവാം. അപ്പൊ നമുക്ക് കുറേ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഹെഡിങ് അല്ലെ, ഇതാണ് നമ്മുടെ ഒരു ഹെഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. എന്തൊക്കെയോ നമ്മൾ അടിച്ചിട്ടുണ്ട്, ഇതാണ് ഹെഡിങ്. അപ്പൊ നമുക്കിതില് ഒരു ഞാനിപ്പോ ഒരു 142 പേരുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ നമ്പർ ഇട്ടിട്ടുള്ള ആൾക്കാരെ പേരൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് നോക്കൂ, പ്രിന്റ് പ്രിവ്യൂ നമുക്ക് നോക്കാനായിട്ട് പറ്റൂല. എങ്ങനെയാണ് പ്രിന്റ് എടുത്താൽ വരിക എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കിയത് ഇത് കണ്ടോ, ഓഫീസ് ബട്ടൺ ആണ്. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിന്റ്, അവിടെ മൗസ് വെറുതെ കൊണ്ടുവച്ചാൽ മതി. 3 ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കി, കണ്ടോ, പ്രിന്റ് പ്രിവ്യൂവിൽ 32 വരെ വരുന്നുള്ളൂ. ഞാൻ വലുതാക്കി കാണിച്ചു തരാം. 32 വരെയാണ് വരുന്നുള്ളൂ അല്ലെ. ഫസ്റ്റ് പേജിൽ 32 വരെയാണ് അല്ലെ. അടുത്ത പേജ് നമുക്ക് കാണുന്നില്ല, കാരണം നമ്മളവിടെ പ്രിന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പ്രിന്റ് ഏരിയ ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ ഹെഡിങ്, ഫസ്റ്റ് ഹെഡിങ് വന്നു, 40 വരെ വന്നു, 40 നമ്പർ വരെ വന്നു. ബാക്കി വരുന്നില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പേജിലാണ് ബാക്കി വരുന്നത്. ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ. അപ്പൊ നമ്മുടെ പേജ് നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ ഒരു ഫുള്ള് അടുത്ത പേജിൽ വരുമ്പോ ഈ 41 തൊട്ട് വരും. പക്ഷേ ഹെഡിങ് ഉണ്ടാവില്ല, നമുക്ക് ഈ ഹെഡിങ് കിട്ടില്ല. അപ്പൊ ഹെഡിങ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹെഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? ഹെഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ?
ഹെഡിങ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രിന്റ് ടൈറ്റിൽ കൊടുക്കണം. പറയൂ, നിങ്ങൾ പറയൂ. അപ്പൊ പ്രിന്റ് ടൈറ്റിൽ കൊടുക്കണം. എങ്ങനെയാ കൊടുക്കണ്ടേ പ്രിന്റ് ടൈറ്റിൽ? എങ്ങനെ കൊടുക്കണം പ്രിന്റ് ടൈറ്റിൽസ്? എങ്ങനെയാ അതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാ അറിയോ ആർക്കെങ്കിലും? അറിയുന്നവര് പറഞ്ഞോളൂ. എങ്ങനെ കൊടുക്കുക പ്രിന്റ് ടൈറ്റിൽസ്? കണ്ടുണ്ടോ കൊടുക്കുന്നത്? പറയണ്ട. കണ്ടിട്ടുള്ളവരുണ്ടോ? അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയാണോ? നമുക്ക് നോക്കാം എങ്ങനെ കൊടുക്കണേന്ന്. പ്രിന്റ് ടൈറ്റിൽ എടുത്തു. പ്രിന്റ് ടൈറ്റിൽസ് അല്ലെ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ്. ഏത് റോയാണ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് കാണേണ്ടത്. ക്ലിക്ക് ചെയ്തു. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദിസ് റോ ഇവിടെ നോക്കട്ടെ. എന്റെ മൗസ് പോയിന്റർ നോക്കാം. ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ആ റോ സെലക്ട് ആയി. അപ്പൊ ആ സെലക്ട് റോ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ? ഇവിടെ കാണിക്കുന്നുണ്ട് റോ സെലക്ട് ചെയ്ത് കാണിച്ചു. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ കൊടുത്തു. അടുത്ത പേജിലും ആ ഹെഡിങ് വരണം എന്നാണ്. എന്റെ സിസ്റ്റത്തില് ബാക്കി കാണിക്കണില്ല. അടുത്ത പേജ് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് പേജിൽ വരുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. അടുത്ത പേജ് കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. എന്താ അടുത്ത പേജ് വരാത്തതില്? കണ്ടോ? അടുത്ത പേജില് ഹെഡിങ് വന്നിട്ടുണ്ടോ? 41 മുതൽ ഇതേ കണ്ടോ? ഇവിടെ കാണുന്നുണ്ടോ? ആദ്യം കൊടുത്തപ്പോ ഞാനത് വീണ്ടും കാണിച്ചു തരാം. ഞാനിവിടെ പ്രിന്റ് ടൈറ്റിൽസിന്റെ അവിടെ ഇത് ഞാൻ കളയാണ്. ഇത് വേണ്ട, നമുക്ക് കൊടുക്കണില്ല. സ്ക്രീൻ പോയി. അയ്യോ, എനിക്ക് കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഇതില് കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? കാണില്ലേ? എനിക്ക് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയി കഴിഞ്ഞാലും കാണില്ല കേട്ടോ. ഇവിടെ എനിക്ക് അപ്പൊ ഞാൻ അത് കളഞ്ഞതാണ്. അപ്പൊ നേരത്തെ അത് ഞാൻ ചെയ്തപ്പോ പോയതായിരിക്കും. യെസ്. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മള് എന്താ പറയാ, പ്രിന്റ് ടൈറ്റിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. പ്രിന്റ് ടൈറ്റിൽ കൊടുത്തിട്ടില്ല. അതായത് ഇപ്പൊ നമ്മള് പ്രിന്റ് പ്രിവ്യൂ നോക്കുമ്പോൾ ഉണ്ടോ? അടുത്ത പേജാണ്. ഇവിടെ ഹെഡിങ് കാണുന്നില്ല. കാണുന്നുണ്ടോ? 41 നമ്മൾ സൂം ചെയ്ത് നോക്കാം. 41 അവിടെ ഹെഡിങ് ഒന്നും ഇല്ല. ഇവിടെ ഹെഡിങ് ഇല്ലല്ലോ. ഇവിടെ ഒരു ഹെഡിങ് കാണുന്നില്ല. നമുക്ക് ആ ടൈപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല. കണ്ടോ? ഹെഡിങ് ഒന്നും കാണുന്നില്ല. ഇനി ഞാൻ പ്രിന്റ് ടൈറ്റിൽ കൊടുക്കാണ്. റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ്. ഏത് റോ ആണ് വരുന്നത് എന്നുള്ളത് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആ റോ സെലക്ട് ചെയ്തു. ഇതാണ് ടോപ്പിൽ വരേണ്ടത്. വീണ്ടും അത് ക്ലിക്ക് ചെയ്തു. ഓക്കെ കൊടുത്തു. സേവ് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രിന്റ് പ്രിവ്യൂ നോക്കാണ്. ഫോർട്ടി വരെ കഴിഞ്ഞു. നെക്സ്റ്റ് പേജ് കണ്ടോ? ഹെഡിങ് വന്നുണ്ടോ? അവിടെ കാണുന്നുണ്ടോ? ഹെഡിങ്, നമ്പർ, നെയിം, അഡ്രസ്, ഏജ്, കാസ്റ്റ്, പ്ലേസ് കാണുന്നുണ്ടോ? പിന്നെ ഞാൻ വെറുതെ റോ കൂട്ടാൻ വേണ്ടി അടിച്ചതാണ്. നേരത്തെ നമ്മൾ നോക്കിയപ്പോ 41 ഇതാണ് നമ്മൾ പ്രിന്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് നമുക്ക് ആദ്യത്തെ ഒരു ഇതിൽ അടിച്ചിട്ട് നമ്മൾ ആ കണ്ടിന്യൂസ് നമ്മൾ അത് അടിച്ചു പോവാണ്, ഡാറ്റ അടിച്ചു പോയെന്ന് വിചാരിക്കാം. അപ്പൊ പക്ഷെ നമുക്ക് പിന്നത്തെ പേജ് മറിക്കുമ്പോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് പിന്നത്തെ പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡിങ് ഒന്നും ഉണ്ടാവില്ല. നമ്മളപ്പോ അതിന്റെ ഇടയിൽ വീണ്ടും ഇതൊക്കെ അടിച്ച് ആഡ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രിന്റ് ടൈറ്റിൽ. നമുക്ക് ടൈറ്റിൽ എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് കാണിച്ചത്. ഇനി
പേജ് സെറ്റപ്പിന്റെ ആ ഒരു മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് അങ്ങനെയാണ് പറയാ. എന്താ പറയാ? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ എത്ര ടാബ് ഉണ്ട് എന്നൊക്കെ ചോദിക്കും. ആ ഒരു വിൻഡോയിൽ എത്ര ഡയലോഗ് ബോക്സ് ഉണ്ടെന്നൊക്കെ ചോദിക്കാം. അപ്പൊ 1, 2, 3, 4 അത് ഏതൊക്കെയാന്നുള്ളത് എഴുതി വയ്ക്കുക. എന്താ എഴുതി വെക്കണ്ടേ? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാണ്. നമ്മൾ നേരത്തെയുള്ള കുഞ്ഞു കുഞ്ഞു മെനു അല്ല, പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. അത് എന്തൊക്കെയുണ്ടെന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എത്ര ഉണ്ട് അതില്? പേജ്, മാർജിൻ, ഹെഡർ, ഫൂട്ടർ, ഷീറ്റ്. ശ്രദ്ധിക്കുക, പേജ്, മാർജിൻ, ഹെഡർ ആൻഡ് ഫൂട്ടർ, ഷീറ്റ്. ഇത് ഹെഡർ ഓർ ഫൂട്ടർ ഒരുമിച്ചാണ് കേട്ടോ. ഹെഡർ ബാർ ഫൂട്ടർ ആണ്, പിന്നെ ഷീറ്റ്. 4 എണ്ണം ഉണ്ട്. ഒന്ന് പേജ്, മാർജിൻ, ഹെഡർ ഓർ ഫൂട്ടർ, ഷീറ്റ്. 4 എഴുതി വെക്കണേ. എഴുതിയോ? അതില് നമ്മളെ പേജിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അതായത് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. മാർജിനിൽ നമുക്ക് റൈറ്റ് മാർജിനൊക്കെ ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹെഡർ ഫൂട്ടർ വേർഡിൽ പഠിച്ചപ്പോൾ തന്നെ ഹെഡറിൽ ഹെഡിങ് കൊടുക്കാനായിട്ട് എല്ലാ പേജിലും സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഫൂട്ടറും അങ്ങനെ തന്നെ. ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റിന്റെ കാര്യം നമ്മളിപ്പോൾ ഈ പ്രിന്റ് ഏരിയ അതൊക്കെ സെലക്ട് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ ഇതിൽ കണ്ട കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഈ ഒരു ഡയലോഗ് ബോക്സിൽ കൊടുത്തിരിക്കുന്നു. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് കേട്ടോ. യെസ്, അടുത്ത ഗ്രൂപ്പാണ് സ്കെയിൽ ടു ഫിറ്റ്. സ്കെയിൽ ടു ഫിറ്റ് അതിന്റെ ഹൈറ്റ്, വിഡ്ത്ത്, സ്കെയിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും നമ്മളോട് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതന്നെ തുറന്നു വരിക. കണ്ടോ, സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അതാണ് അവിടെ തുറന്നു വരുന്നത്. അത്ര പ്രത്യേകിച്ച് ഞാനത് ഇങ്ങനെ എന്താ പറയാ അത്രയും ഡീപ്പായിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ ഷീറ്റ് ഓപ്ഷൻ ഇവിടെ 2 എണ്ണം ടിക്ക് മാർക്കിൽ കിടക്കുന്നുണ്ട്. വ്യൂയും അതായത് ഹെഡിങ്ങും ഗ്രിഡ് ലൈനും വ്യൂ ആണ് ഇവിടെ അല്ലേ. അപ്പൊ ഗ്രിഡ് ലൈൻ നമ്മൾ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രിഡ് ലൈൻ കണ്ടോ, ലൈൻ കാണുന്നുണ്ടോ? കോളത്തിന്റെ ലൈൻ കാണുന്നുണ്ടോ? കാണില്ലല്ലോ. ആ ഗ്രിഡ് ലൈൻ പോകും. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഹെഡിങ്സ് അൺടിക്ക് ചെയ്ത ഹെഡിങ്സ് കണ്ടോ, ആ ഒരു ABCD പോയി. ഇവിടെ 1, 2, 3 ഒക്കെ പോയി. അപ്പൊ അത് ടിക്ക് ചെയ്താൽ അത് കാണാനായിട്ട് പറ്റും. അതാണ് ഷീറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഓൾറെഡി ആ ഒരു ഡയലോഗ് ബോക്സ് പഠിച്ചപ്പോൾ കണ്ട അതേ ഷീറ്റ് ഓപ്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ഷീറ്റ് ഓപ്ഷൻ. പിന്നെ അറേഞ്ച് നല്ല ഗ്രൂപ്പില് സെലക്ട് പെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിങ്ങൾ അറേഞ്ച് എന്ന് പറഞ്ഞിട്ട് അലൈൻ ലെഫ്റ്റ്, സെന്റർ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കുറെ ഓപ്ഷനുകളുണ്ട്. ഇതൊന്നും പക്ഷേ എഴുതി വെക്കണമെന്നില്ല. പിന്നെ ഇവിടെ കുറേ ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട്. സോറി, ആക്റ്റീവ് അല്ലാതെ കിടക്കുന്നുണ്ട്. ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്. അതായത് ഒരു പിക്ചർ വന്നിട്ട് നമ്മൾ വേർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ചറിന്റെ മുകളിൽ നമുക്ക് ടെക്സ്റ്റ് വരണം, പിക്ചറിന്റെ ബാക്കിൽ ടെക്സ്റ്റ് വരണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്നും അത്ര വലിയ ഡീപ്പല്ല. നമ്മൾ ഇപ്പൊ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ കുറിച്ചൊന്നും പറയാത്തത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു പോയാൽ മതിയല്ലോ. ഇതൊക്കെ ഒന്ന് കാണാം, ഒന്ന് കണ്ണ് തുറന്ന് ഇതൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് ഒന്ന് എഴുതി വെച്ചിട്ടില്ലേ എനിക്കിതൊക്കെ മനസ്സിലായില്ലേന്ന് നോക്കൂ. കാരണം എക്സൽ ആകുമ്പോൾ നമുക്ക് കുറേ ഡൗട്ടുകൾ വരും. ഈ ഒരു കള്ളികളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു കൺഫ്യൂഷൻ വരും. അതില്ലാണ്ടിരിക്കാനാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ എഴുതി വെച്ചതും ഇതിൽ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ലേ എന്നുള്ളതൊന്ന് നോക്കുക. അത്ര നോക്കിയാൽ മതി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നോക്കിയില്ലേ എല്ലാവരും? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? അടുത്ത ടാബിലേക്ക് പോയാലോ? ഫോർമുലാസ്. നമുക്ക് ജസ്റ്റ് തുടങ്ങി വെക്കാം. ഒന്ന് എഴുതി വെച്ചാൽ മതി. ഹെഡിങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നോക്കൂ, ഫോർമുലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോർമുലാസ് വേർഡിൽ ഇല്ല. വേർഡില് ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട് വരെ കറക്റ്റ് ആണ്. പിന്നെ അവിടെ എന്ത് ടാബാ വരുന്നത്? ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കിയേ. 4ാമത്തെ ടാബ് എന്താ വേർഡില്?
ആർക്കാ പറയാൻ പറ്റുക? 4ാമത്തെ ടാബ് എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാബുകളുടെ പേര് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. 7 ടാബ് ഉണ്ട്, 7 ടാബ് ഓർഡറിലേക്ക് കേൾക്കണം. പറഞ്ഞോളൂ. റെഫറൻസ്. നെക്സ്റ്റ് ടാബ് എന്താ? യെസ്, കണ്ടോ ഇവിടെ 2 ഇല്ല. അവിടെ അതിന് പകരം ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? അവിടെ മെയിലിങ്സ് ആണ്, ഇവിടെ ഫോർമുലാസും ഡാറ്റയാണ്. വേർഡില് റെഫറൻസ് ആൻഡ് മെയിലിങ്സ് ആണ്, ഇവിടെ കൊടുക്കുന്നത് ഫോർമുലാസ് ആൻഡ് ഡാറ്റ. ഈ 2 എന്താ പറയാ 2 ടാബുകളാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ അവിടെ ഡിഫറൻസ് കണ്ടോ? അപ്പൊ ഈ ഓർഡർ പഠിച്ചാൽ മതി, നമുക്കത് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. കാരണം ഇവിടെ ഒരു എക്സൽ കാൽക്കുലേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറെ ഫോർമുലാസിന്റെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഫോർമുലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്തു. പിന്നെ ഇത് ഡാറ്റ ഹാൻഡ്ലിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരുപാട് ബൾക്ക് ആയിട്ടുള്ള ഡാറ്റാസിനെ സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്, MS എക്സൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഡാറ്റാസിനെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ടാബും കൂടി ഇവിടെ ആവശ്യമായിട്ടുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ടാബ്. ഓക്കെ, ഈ ഫോർമുല ആൻഡ് ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടാബുകളാണ്. കാരണം ഇത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദി വേർഡിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഇതിൽ. അപ്പൊ നമ്മൾ ഫോർമുലാസ് എന്ന് പറഞ്ഞ ടാബ് എഴുതി വെക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഫംഗ്ഷൻ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫസ്റ്റ് കിടക്കുന്നത്. ഒരുപാട് ഫംഗ്ഷനുകൾ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്ത്? ഫംഗ്ഷൻ ലൈബ്രറി. ഓക്കെ, അപ്പൊ ഫോർമുലാസ് എന്ന് പറഞ്ഞ ടാബില് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് എന്തായിരുന്നു? ഫംഗ്ഷൻ ലൈബ്രറി. ആൻഡ് സെക്കൻഡ് വൺ ഡിഫൈൻ നെയിംസ്, ഫോർമുല ഓഡിറ്റിംഗ്, കാൽക്കുലേഷൻ. ഇതൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല, ഇതൊന്നും വലിയ സംഭവങ്ങളാണ്, നമുക്കത് അറിയില്ല, പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരു ഫംഗ്ഷൻ ലൈബ്രറിയിൽ നമുക്ക് ഇൻസേർട്ട് ഫംഗ്ഷൻ ഉണ്ട്, ഓട്ടോ സം ഉണ്ട്, റീസെന്റ് യൂസ്ഡ്, ഫിനാൻഷ്യൽ, ലോജിക്കൽ, ടെക്സ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്സ് ആൻഡ് ട്രിഗണോമെട്രി, മോർ ഫംഗ്ഷൻ. ഇതൊക്കെ എടുത്താൽ നമുക്ക് 64-74 ഫംഗ്ഷനുകളാണ് കേട്ടോ ഇതിലൊക്കെ. നമുക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നിറയെ ഫംഗ്ഷനുകളാ. ഇതിനടിയിലേക്ക് പോകും, കുറേ ഉണ്ട്. ഇതൊന്നും നമ്മൾ പഠിക്കണമെന്നില്ല, ഇതൊക്കെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാനുണ്ട്. കണ്ടോ, കുറേ ഉണ്ട്, ഒരുപാട് ഫംഗ്ഷനുകളുണ്ട് അവിടെ. കാണുന്നില്ല ഞാൻ എടുക്കുന്നതൊക്കെ? കുറച്ചൊക്കെ പക്ഷെ നമുക്ക് ഇത് പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്. യെസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എക്സൽ ആയതുകൊണ്ട് തന്നെ എടുത്ത കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോവാം. ഒരുപാട് നീട്ടി വെക്കാനായിട്ട് ഉള്ള തോന്നലുണ്ടാവും, പക്ഷെ അങ്ങനെ തോന്നരുത്. നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, അവതാളത്തിലാണ്. ഇനി ടൈപ്പിസ്റ്റ് എക്സാമുകൾ വരുമോ എന്ന് പോലും നമുക്കറിയില്ല. ഈ ഒരു വർഷത്തെ വിളിക്കുമായിരിക്കും, അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ ചാൻസ് കുറവാണ്.